ചൂര കിട്ടിയിട്ടുണ്ടല്ലേ? ആ ഈ ചൂര ഇത് വെച്ച് നമുക്കൊരു വറുത്തരച്ച കറി വെക്കാം. നാടൻ രീതി തേങ്ങ വറുത്തരച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. വറുത്തരച്ച് കറി ഉണ്ടാക്കുന്നതിലേക്കുള്ള ചേർക്കേണ്ട സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, തേങ്ങ. തേങ്ങയിൽ ഇട്ട് വറുക്കാനുള്ള ഉള്ളി, ഇത് നമുക്ക് വഴറ്റാനുള്ള ഉള്ളി, പിന്നെ ഉലുവ, കടുക്, ഈ ഇത്ര പുളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കറിവേപ്പില. ഇത് മുരിങ്ങക്ക ഇതിനകത്ത് ചേർക്കാനായിട്ടുള്ളത്. അരപ്പിനുള്ള തേങ്ങ വറുത്തെടുക്കാം. ഈ തേങ്ങയിലേക്ക് ഇത്ര ചെറിയ ഉള്ളി ഇടണം. എന്നിട്ട് കറിവേപ്പില ഇടണം. നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പൊടികളൂടെ ചേർത്ത് തീ കുറച്ച് വെച്ചിട്ട് പൊടികളിടണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കരിയാതെ വറുത്തെടുക്കണം. ഈ ചട്ടിയിലുള്ള ചൂടിൽ തന്നെ അത് മൂക്കും. തീ നന്നായിട്ട് നമുക്ക് കുറച്ച് വെച്ച് കൊടുത്താൽ മതി. ചൂട് കൂടിയാൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമ്മൾ വറുത്തോണ്ടിരിക്കുന്നതിൽ തന്നെ നല്ല ചൂടില്ലാതിരിക്കുന്നത് ചട്ടി. അപ്പൊ ആ ചൂടിൽ തന്നെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് 2-3 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വരുവാകും. ഇതൊന്ന് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. നമുക്ക് മസാല തണുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കാം. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കാം. നമുക്ക് ഇത്ര 1 പിഞ്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം.
ഉള്ളി ഒന്ന് കുറച്ചൊന്ന് വാടി കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളിയിലെ ഇട്ടിട്ടെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കിട്ട് എടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരും. എന്നതിന് ശേഷം തക്കാളി ചേർക്കാം. തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്തുടയണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി. നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച തേങ്ങ ആയതുകൊണ്ട് ഒരുപാട് മൂത്ത് വരാനില്ല. ഒന്ന് വഴച്ചെടുത്താൽ മതി. നമ്മുടെ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞതാണ്. ആ പിഴിഞ്ഞ പുളിയുടെ എല്ലാം കുറച്ച് ചേർത്ത് വെക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, പിന്നെ നോക്കിയിട്ട് ചേർക്കാം. അല്ലെങ്കിൽ തക്കാളിയും കൂടെ ഒക്കെ ചേർത്തായതുകൊണ്ട് കൂടി പോകാൻ സാധ്യതയുണ്ട്. കുറച്ചൊഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഇനി നമുക്ക് അരച്ച ജാറ് അത് കഴുകി വെച്ചിരുന്ന കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണമല്ലേ. ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് തിളച്ചതിന് ശേഷം മീനിടാം. തിളക്കട്ടെ. കറി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടച്ചെടുക്കുക. ഇതൊന്ന് വരുന്ന വേവിട്ട് പിന്നെ ഇതൊന്ന് തുറന്നു നോക്കാം മീൻ റെഡി ആയിട്ടുണ്ടോന്ന്. മുരിങ്ങക്കായും മീനും തക്കാളിയും എല്ലാം വെന്ത് നല്ല പാകമായിട്ടുണ്ട്. വറുത്തരച്ച ചൂരക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. പെട്ടെന്ന് മനസ്സിലാവത്തക്ക രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.